മെഡിക്കൽ റെക്കോർഡ് സയൻസ് പേപ്പർ അതിൽ യൂണിറ്റ് 3 കണ്ടിന്യൂ ചെയ്യാണ്. നമ്മളിനി പറയുന്നത് ഓഡിറ്റിംഗ് മെഡിക്കൽ റെക്കോർഡ്സ് ആണ്. അതെങ്ങനെയാണെന്നുള്ളത് ആദ്യം ഓഡിറ്റിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ളത് തീരുമാനിക്കുക. മെയിൻ പർപ്പസ് എന്താണെന്നുള്ളത് മെഡിക്കൽ പ്രാക്ടീസസ് ആണോ, അല്ലെങ്കിൽ എന്തിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണോ, അതോ ഡാറ്റാസ് എന്തൊക്കെ കളക്ട് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ എന്തൊക്കെയാണ് മെഷർ ചെയ്യേണ്ടത് എന്നുള്ള ക്രൈറ്റീരിയ ഒന്നുണ്ടാക്കി വയ്ക്കുക. ഇപ്പോൾ മെഡിക്കൽ റെക്കോർഡ്സ് ഓഡിറ്റിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസ് കവർ ചെയ്യണം, പ്രോസസ്സാണോ, യൂട്ടിലൈസിങ് ടെക്നിക്കിൻ്റെ ഏരിയ ആണോ, അതൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ ഏത് റെക്കോർഡ്സ് ആണ് നമ്മൾ പഠനം ചെയ്യേണ്ടത്, റിവ്യൂ ചെയ്യേണ്ടത് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ക്ലിനിക്കൽ സ്റ്റാറ്റസ്, ജെൻഡർ, വയസ്സ്, അതുപോലെ ഏജ്, അതുപോലെ തന്നെ നമ്മുടെ മെയിൽ ഓർ ഫീമെയിൽ ആണോ, ട്രീറ്റ്മെൻറ്റ് ഏതൊക്കെയാണ് എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. സാമ്പിൾ സൈസ്, എത്രത്തോളം ആൾക്കാരുകളിനെ സാമ്പിളായിട്ട് എടുക്കണം, അല്ലെങ്കിൽ കുറച്ചാണോ അതോ കൂടുതലുണ്ടോ, അതൊരു മീഡിയം ലെവലാണോ എന്നുള്ളതൊക്കെ നോക്കുക. പിന്നെ റെക്കോർഡ് കീപ്പിംഗ് ടൂളുകൾ യൂസ് ചെയ്യുക. ഇലക്ട്രോണിക് ഡാറ്റ റെക്കോർഡ് ചെയ്യാൻ പേപ്പർ ബേസിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എറേഴ്സ് കാര്യങ്ങളൊക്കെ കുറച്ചിട്ട്, അല്ലെങ്കിൽ അതൊക്കെ ഉണ്ട് എന്ന് നോക്കിയിട്ട് അത് കുറച്ച് നമ്മുടെ ഫൈൻഡിങ്സൊക്കെ സമ്മറൈസ് ചെയ്ത് ഒരു ഐഡിയ ഉണ്ടാക്കി വയ്ക്കുക, ഡോക്യുമെൻ്റ് ചെയ്യുക. പിന്നെ ഫൈനൽ തോട്ട്സൊക്കെ ആഡ് ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. പിന്നെ വരുന്ന ടോപ്പിക്കാണ് ഗവൺമെൻറ് റെഗുലേഷൻസ് ആൻഡ് റിക്വയർമെൻറ്റ്സ്. ഒരു മെഡിക്കൽ റെക്കോർഡ് സിസ്റ്റത്തിന് വേണ്ട ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള റെഗുലേഷൻസും റിക്വയർമെൻറ്റ്സും ആണ് വരുന്നത്. ഫസ്റ്റ് തന്നെയാണ് HIPAA എന്ന് പറയുന്നത്, ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഫർമേഷൻസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സെക്യൂരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. EMR ആയിട്ടോ അല്ലെങ്കിൽ പേപ്പർ ബേസ്ഡ് ആയിട്ടോ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നെക്സ്റ്റ് വരുന്നതാണ് GDPR, ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ. അതൊരു യൂറോപ്യൻ യൂണിയൻ്റെ ഇതിലാണ് വരുന്നത്. അതിൻ്റെ യൂസ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ തന്നെയാണ്. അത് മെയിനായിട്ട് പേഴ്സണൽ ഡാറ്റ, അതിൽ എന്തും കൂടി ഇൻക്ലൂഡ് ചെയ്യും, ഹെൽത്ത് ഇൻഫർമേഷൻ കൂടി വരുന്നതായിരിക്കും. ഇതിൽ വരുന്നതാണ് ഹൈടെക് ആക്ട്, അതായത് ഹെൽത്ത് ഇൻഫർമേഷൻ ടെക്നോളജി ഫോർ എക്കണോമിക് ആൻഡ് ക്ലിനിക്കൽ ഹെൽത്ത് ആക്ട്. അത് US-ലാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് വരുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ EHR, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് എന്നാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിൽ. അതുപോലെ സർട്ടിഫൈഡ് EHR-ഉം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്ലിനിക്കൽ ഡോക്യുമെൻറ്റേഷൻ ഇമ്പ്രൂവ്മെൻറ്റ് സ്റ്റാൻഡേർഡ് ഓൾറെഡി പറഞ്ഞു. CDI എന്ന് പറയുന്നത് ആക്യുറേറ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പേഷ്യൻറ്റിൻ്റെ ഹെൽത്ത് റെക്കോർഡ്സിന് ക്ലിനിക്കൽ ഡോക്യുമെൻറ്റേഷനാണ് ക്ലിനിക്കൽ ഡോക്യുമെൻറ്റേഷൻ ഇമ്പ്രൂവ്മെൻറ്റ് സ്റ്റാൻഡേർഡ്സിൽ വരുന്നത്. പിന്നെ വരുന്നത് ICD ആണ്, ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് ആൻഡ് കറൻറ്റ് പ്രൊസീജിയറൽ ടെർമിനോളജി. ICDയും CPTയും ഇത് രണ്ടും വരുന്നത് ഗവൺമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഡയഗ്നോസിസുകൾ, പ്രൊസീജിയറുകൾ, സർവീസസ് പേഷ്യൻറ്റിന് കൊടുത്തിട്ടുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ കോഡിംഗ് സിസ്റ്റം ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ബില്ലിങ്, അവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടിനൊക്കെ വേണ്ടതൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ വരുന്നതാണ് EHR, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സർട്ടിഫിക്കേഷൻ. EHR ചില ഗവൺമെൻറ്റ്സ് വളരെ നിർബന്ധമായിട്ട് ചോദിക്കുന്നുണ്ട്. അത് ഡാറ്റ സെക്യൂരിറ്റിക്കും ഫങ്ഷൻസൊക്കെ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ വരുന്നതാണ് ഡാറ്റ റിട്ടൻഷൻ ആൻഡ് സ്റ്റോറേജ് റിക്വയർമെൻറ്റ്സ്. ഇതിൽ വരുന്നതാണ് ഗവൺമെൻറ് പലതരത്തിലുള്ള റിക്വയർമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റോറേജ് ചെയ്യേണ്ട ഫോർമാറ്റുകളുണ്ട്, നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ പ്രൈവസി ആൻഡ് കൺസെൻറ്റ് പോളിസീസ്, അതായത് ഒരു പേഷ്യൻറ്റിൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും വേറെ തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വിത്ത് പെർമിഷൻ, കൺസെൻറ്റോട് കൂടി മാത്രമായിരിക്കണം അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ വരുന്നതാണ് ഈ ഹെൽത്ത് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച്, HIE സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ്സ് പോലെയാണ്. എങ്ങനെയാണ് ഇൻഫർമേഷൻസ് ഹെൽത്ത് കെയർ ബേസിസിലുള്ള ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് പാസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടാണ് ചെയ്യാൻ. ആൻഡ് ദ ലാസ്റ്റ് ടോപ്പിക്കാണ് യൂണിറ്റ് 3-ലെ റെഗുലേറ്ററി ഓവർസൈറ്റ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ മെയിനായിട്ട് വരുന്നത് HHS ആണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസസ്. അത് US-ൽ വരുന്നതാണ്. അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് ഓഫീസ്, അത് UK-ലും വരുന്നുണ്ട് ഇതൊക്കെ ചെയ്യാനായിട്ട്. അത് പെനാൽറ്റിക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്, നോൺ കംപ്ലൈൻറ്റ്സ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ. പിന്നെ അത്രയാണ് മെയിനായിട്ട് വരുന്നത്. ഈ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഹെൽത്ത് ഓർഗനൈസേഷൻസും ഗവൺമെൻറ് റെഗുലേഷൻസൊക്കെ മെയിനായിട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? റെക്കോർഡ് സിസ്റ്റംസ് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്റ്റോർ ചെയ്തത് അത് നമുക്ക് റിട്രീവ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ടൊരു ഐഡിയാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത്. അതിലൂടെ പേഷ്യൻറ്റിൻ്റെ പ്രൈവസി പ്രൊട്ടക്റ്റ് ആവുന്നുണ്ട്, ഡാറ്റ സെക്യൂരിറ്റി പ്രൊമോട്ട് ആവുന്നുണ്ട്. അതേപോലെ നല്ല രീതിയിലുള്ള ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള പേഷ്യൻ്റ് കെയറും നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.